യുവരാജ് ഗോകുലിലേക്ക് പോകുന്നു. യുവരാജ് ഗോകുൽ, മെട്രോ ഉദ്ഘാടനം ചെയ്ത സമയത്ത് കുമ്മനം രാജശേഖരൻ ക്ഷണിക്കാതെ മെട്രോയിൽ വന്ന് കയറിയത് വലിയ ട്രോളും വിവാദവും ഒക്കെ ആയി മാറിയിരുന്നു. ഇപ്പോൾ ഇതാ രാജീവ് ചന്ദ്രശേഖർ ക്ഷണിച്ചിട്ടാണെങ്കിൽ പോലും മന്ത്രിമാരും മറ്റുള്ളവരും സദസ്സിലിരിക്കുന്ന സമയത്ത് വേദിയിലിരുന്നതും ഒരു പ്രധാനപ്പെട്ട വാർത്തയും ട്രോളും ഒക്കെയായി മാറുകയാണ്. അതവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത്. അതിനെന്താണ് ഒരു BJP പ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണമെന്നറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അത്ര വലിയ തിടുക്കം സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ കാണിക്കേണ്ടിയിരുന്നു. മറ്റുള്ള മന്ത്രിമാരൊക്കെ വരുന്ന ഘട്ടത്തിൽ അവിടെ പോയി ഇരിക്കുന്നതായിരുന്നില്ലേ ഒരു ഭംഗി എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള താങ്കളുടെ പ്രതികരണം എനിക്കറിയണം. അതോടൊപ്പം ഇന്ന് പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം പോലൊരു ചടങ്ങിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ശരിയാണോ യുവരാജ് ഗോകുൽ? അല്ല, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ നേരത്തെ എത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ മന്ത്രിമാരാവട്ടെ, ജനപ്രതിനിധികളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ വേദികളിൽ വൈകി എത്തുന്നു എന്നുള്ളതാണ് പരാതി. ആദ്യമായിട്ടാണ് ഒരാൾ നേരത്തെ എത്തി എന്നുള്ളതൊരു പരാതിയൊക്കെ ആയിട്ട് മാറുന്നത്. അത്രയും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നേരത്തെ എത്തി. അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേരയിലാണല്ലോ പോയിരുന്നത്. അദ്ദേഹത്തിന് ക്ഷണമുള്ളയിടത്ത്, അദ്ദേഹത്തിന് ക്ഷണമുള്ള കസേരയിൽ, അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേരയിലാണ് പോയിരുന്നത്. അതിപ്പോ നേരത്തെ ഇരുന്നോ വൈകിയിരുന്നോ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തിലെ സോഷ്യൽ മീഡിയ ട്രോൾ പേജുകൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതൊക്കെ അല്പത്തരമാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മായി അമ്മയൊക്കെ എവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കൊപ്പം. അപ്പൊ അതൊക്കെ അല്പത്തരമല്ലേ? അപ്പൊ ആദ്യം അദ്ദേഹം സ്വന്തം കാലിലെ മന്ത് എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ വിരലിലെ മന്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനുള്ളത്. മുഹമ്മദ് റിയാസ് ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റും, അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ണിലെ കണ്ണിനെ കുറിച്ചിട്ടൊക്കെ പറയാം. രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യം എന്ന് പറഞ്ഞത് അത് പ്രധാനമന്ത്രി അത് രാഷ്ട്രീയമാക്കി മാറ്റിയോ എന്നുള്ളതാണ്. അതാണ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അരുൺകുമാർ, പ്രധാനമന്ത്രി എന്നതിനകത്ത് ഒരു മുന്നണി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയത്തിലേക്കല്ല പോയിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഭാരതത്തിൽ വികസന പ്രോജക്ടുകൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടങ്കോലിടുന്നതായിട്ടുള്ള ഒരു രീതി കുറച്ചു കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം 2024 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിപക്ഷ മുന്നണിയുടെ INDI മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞാലും അദാനി 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 എന്ന് തന്നെ പറയുക. ഇപ്പൊ ഹിൻഡൻബർഗിനെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൊസാദിന്റെ ഒരു റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പാകിസ്ഥാൻ പഹൽഗാം ഇഷ്യൂവിന്റെ നടുക്കത് വന്നതുകൊണ്ടാണ് അത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയത്. സാം പിട്രോഡെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹിൻഡൻബർഗുമായിട്ട് എങ്ങനെ ബാക്ക് ടേബിൾ ചർച്ചകൾ നടത്തിയെന്നും അദാനിയെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യൻ വ്യവസായി എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ അദാനി അദാനി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നേതൃത്വത്തോട്, പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞാണ്, നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ തന്നെ നേതാവാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന അവരുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അവർ രണ്ടുപേരും ഇരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി, തുറമുഖ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പാർട്ണറായിട്ടുള്ള അദാനി എന്ന് പറയുന്നുണ്ട്. മോദിജി തന്നെ ആദ്യം പറഞ്ഞു ഗുജറാത്തിൽ അങ്ങ് പണിഞ്ഞിരിക്കുന്ന പോർട്ടിനേക്കാൾ വളരെ വിശാലവും ഗംഭീരമാണ് വിഴിഞ്ഞത്ത് പണിഞ്ഞിരിക്കുന്ന പോർട്ട് എന്ന് സരസമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു ആ വിഷയങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയമല്ല, പകരം വികസനമാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് വരണമെന്നും അങ്ങനെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ വിഴിഞ്ഞം പോലുള്ള സ്വപ്നതുല്യമായ പ്രോജക്ടുകൾ ഇന്ത്യയിലെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ നടപ്പിലാകും എന്നുള്ള ഒരു ആംഗിളാണ് അദ്ദേഹം അവിടെ പറയുവാൻ ശ്രമിച്ചത്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും എന്റെ ഒരു ചോദ്യം ഇതാണ്, നേരത്തെ അനിൽകുമാർ ചോദിച്ച ചോദ്യം, അതിന് തോമസ് ഐസക്കും ചോദിക്കുന്നുണ്ട്. ഇതിൽ പാർട്ട്ണറാണ് എന്ന് വിശേഷിപ്പിച്ചതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ട്ണറായിട്ടല്ലാതെ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിൽ അദാനിയെ വിശേഷിപ്പിക്കാൻ കഴിയുക? പാർട്ട്ണറാക്കിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണോ? UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ 2014 ഈ കരാർ എഴുതിയുണ്ടാക്കുന്ന സമയത്ത് ഒക്ടോബർ മാസത്തിൽ PPP മോഡലിൽ പാർട്ട്ണറായി നിശ്ചയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ പാർട്ട്ണർ എന്നല്ലാതെ പിന്നെ എന്താണ് വിശേഷിപ്പിക്കാൻ കഴിയുക? അതിലെന്താണ് ഇത്ര വലിയ ആശ്ചര്യം? അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് യുവരാജ് ഗോകുൽ?
അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. അദ്ദേഹം വിമർശിച്ചിട്ടുമില്ല, അദ്ദേഹം അതിനെ പരിഹസിച്ചിട്ടുമില്ല. അദ്ദേഹം മാറിയ ഭാരതം ഇങ്ങനെയാണ്, വികസനത്തിന്റെ ഭാരതം ഇങ്ങനെയാണ് എന്നുള്ളൊരു പോയിന്റ് മാത്രമാണ് അദ്ദേഹം അവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അദ്ദേഹം ഈ മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യേ മോശമായി പോയി, നിങ്ങളല്ലല്ലോ പണ്ട് ഇങ്ങനെ, അങ്ങനൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞ. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇവിടെ വന്നിട്ട് എന്താണ് അദാനി തങ്ങളുടെ പാർട്ണറാണ് എന്ന് പറയുന്നുണ്ട്. ഈ പ്രോജക്റ്റിന്റെ പാർട്ണറാണെന്നാണ് ഈ സർക്കാരിന്റെ മറ്റു വികസന പദ്ധതികളിൽ പലതിനോടും എതിർപ്പുണ്ട്. ഉദാഹരണത്തിന് ഇതേ സമയത്ത് തന്നെയല്ലേ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ അദാനി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഈ സർക്കാർ എതിർപ്പറിയിച്ചത്, സർക്കാർ ഏറ്റെടുക്കാമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദാനിയെ പാർട്ണറാക്കിയിട്ടില്ല സർക്കാർ, ഈ പദ്ധതിയുടെ പാർട്ണറാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ണറാക്കിയ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്വം? ശ്രീ അരുൺകുമാർ, ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടാക്കിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടാക്കിയോ എന്നുള്ളതല്ല. 91 ശ്രീ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ മുതല് പല കാരണങ്ങളാൽ പെൻഡിങ്ങിൽ പോയിരുന്നൊരു പ്രോജക്റ്റ് 24 വർഷങ്ങൾക്ക് ശേഷം 2015 അത് ആരംഭിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഓഖി ഉണ്ടായി, പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി, ഇതെല്ലാം മറികടന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നതാണ്. ആ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് പോലും എന്താണ് തങ്ങളുടെ ഒരു പാർട്ണറായിട്ട് ഇദ്ദേഹം വരികയും അത് വലിയ വിജയമായിട്ട് മാറുകയും ആ വിജയമായിട്ട് മാറിയതിനെ തങ്ങളുടെ സർക്കാരിന്റെ ഉൾപ്പെടെ നേട്ടമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു സിനാറിയോ ഉണ്ട്. ഞാൻ പറയുന്ന ആ ഒരു സിനാറിയോ ആണ്. അതിപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമാണെന്നോ ഒന്നും അല്ല. എന്തെങ്കിലും ഒരു സാധനം വർക്കാവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അനുകരണീയമായിട്ടുള്ള മാതൃകകളാണ്. അപ്പൊ ഇന്ത്യ ഒട്ടുക്ക് നടന്നിട്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് നേരെ എതിരായിട്ട് ഇത്തരത്തിലുള്ള കുത്തക മുതലാളിയാണ്, ബൂർഷയാണ്, അതാണ് ഇതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം കേരളത്തിൽ ഈ ഒരു മോഡൽ വളരെ ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അത് കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തോട് പറയുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് അനാവശ്യമായിട്ട് രാഷ്ട്രീയം നമ്മൾ കാണേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് അദ്ദേഹം വികസനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ Debate with Dr. Arun Kumar.